തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തമ്മിലടികൂടുന്ന നാണം കെട്ട നീക്കമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഒരു ചരിത്രമുണ്ട്. കുതികാൽവെട്ടിന്റെയും പാലം വലിയുടെയും ചരിത്രമാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും വലിയ ചരിത്രമെന്ന് പറഞ്ഞാൽ പലർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം തമ്മിൽ കുത്തുന്നതിൽ കോൺഗ്രസിനെ കഴിഞ്ഞിട്ട് മാത്രമേ കേരളത്തിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുമുള്ളൂ. സ്വന്തം സ്ഥാനാർത്ഥികളെ കാര്യവാരി തോൽപ്പിക്കാൻ കോൺഗ്രസിനെ പോലെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ മെയ് 4 വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടികൂടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തകർ തമ്മിലുള്ള പോര്, വി.ഡി. സതീശന് വേണ്ടിയും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും കെ.സി. വേണുഗോപാലിന് വേണ്ടിയൊക്കെ പ്രവർത്തകർ പോരടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ചോദ്യമുള്ളത്, എന്തിനാണ് ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ജയിച്ച എല്ലാവരെയും മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രിക്ക് കസേരയ്ക്ക് പകരം മുഖ്യമന്ത്രി ബെഞ്ച് ഇടണമോ എന്നൊരു ചോദ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ട്രോളായി കടന്നു വരുന്നത്. കോൺഗ്രസിന്റെ ഈ നാണം കെട്ട നീക്കം കേരളത്തിന്റെ ജനാധിപത്യത്തിന് തന്നെ അപമാനമായി മാറുകയല്ലേ? തീർച്ചയായും കോൺഗ്രസിൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കോൺഗ്രസ്സുകാർക്ക് ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അതിനൊരു മാറ്റം വന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ്. അത് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, നേതാക്കളെ മാറ്റി നിർത്തിയാൽ വളരെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്കറിയാം കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ്. തെരുവിൽ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ കെ.എസ്.യുകാർക്കൊക്കെ അറിയാം, ഇനി 5 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ സമരം നടത്തിയ ആളുകളുടെ പേരുള്ള കേസുകളുടെ എണ്ണം ചിലപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അകത്താകാൻ പോകുന്ന തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെയും കെ.എസ്.യുവിന്റെയും പ്രവർത്തകരൊക്കെ ഉണ്ട്. പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ, നിഷ്പക്ഷർ, പാർട്ടിക്കാർക്കപ്പുറം നിഷ്പക്ഷർ. ഇടത് സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം മടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് ആ 1ാം പിണറായി സർക്കാരിന്റെ വലിയ മികവ് കൊണ്ടോ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ചതുകൊണ്ടോ അല്ല. അന്നത്തെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു സർക്കാർ മാറി വന്നാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു സർക്കാർ മാറിയാൽ എന്ത് ചെയ്യുമെന്നറിയാതെ സാധാരണക്കാരായ ജനങ്ങൾ ഈ സർക്കാർ തന്നെ തുടരട്ടെ എന്ന ഒരു രീതിയിൽ വോട്ട് ചെയ്തതാണ്. പക്ഷെ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തിനേക്കാൾ അല്ലെങ്കിൽ 1ാം പിണറായി സർക്കാരിനേക്കാൾ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. എല്ലാ മേഖലയും, ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖല, ആഭ്യന്തര വകുപ്പാകട്ടെ, അങ്ങനെ ഓരോ മേഖലയും നശിച്ച അല്ലെങ്കിൽ തകർത്ത ഒരു സർക്കാരായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി ആ എല്ലാ മേഖലയും തകർത്തുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയത്. അപ്പൊ നിഷ്പക്ഷരായ ആളുകളും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ കണ്ടത്. UDFന് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് അല്ലെങ്കിൽ ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അത്തരമൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മാറ്റത്തിന് വേണ്ടിയാണോ സാധാരണക്കാരായ ജനങ്ങൾ വോട്ടിട്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് മെയ് 4 മാത്രമേ നമുക്കത് കൃത്യമായി പറയാൻ കഴിയൂ. ഇപ്പോഴും UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസമാണ് അധികാരത്തിലെത്താൻ പോകുന്നത് UDF ആണ്. അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി. അതിൽ ആരാകണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് തന്നെയാണ് തമ്മിത്തല്ലി നടക്കുന്നത്. ഇപ്പൊ എന്തൊക്കെ തമ്മിൽ തല്ലിയാലും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ എത്ര പ്രചരണം നടത്തിയാലും ഹൈക്കമാൻഡ് ആയിരിക്കുമല്ലോ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഈ തമ്മിത്തല്ലുകൾ കോൺഗ്രസിലെ നേതാക്കളെ തമ്മിലുള്ള ഒരു ഐക്യത്തെ ബാധിക്കും, സാധാരണക്കാരായ പ്രവർത്തകരെ ബാധിക്കും. സാധാരണഗതിയിൽ നിഷ്പക്ഷരുടെ മനസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിഷ്പക്ഷരുടെ വോട്ടാണ് ആര് അധികാരത്തിൽ വരണം എന്നൊരു രീതിയിൽ, അല്ലെങ്കിൽ ആര് അധികാരത്തിൽ എത്തണം എന്ന് തീരുമാനിക്കുന്നത് നിഷ്പക്ഷരായ ആളുകളുടെ വോട്ടാണ്. ഈ നിഷ്പക്ഷരിൽ ഭൂരിഭാഗവും നമ്മൾ ഈ പറയുന്ന പോലെ കോൺഗ്രസ് മനസ്സുള്ളവരാണ്. സാധാരണക്കാരായ ആളുകളൊക്കെ എടുക്കുമ്പോൾ കോൺഗ്രസ് മനസ്സാണ് അവർക്ക്. പക്ഷെ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്ന, ചേട്ടൻ ആദ്യം പറഞ്ഞ പോലെ കാലുവാരൽ, തമ്മിത്തല്, പാർട്ടിക്കകത്ത് തന്നെ ഐക്യമില്ലായ്മയാണ് അവരെ കോൺഗ്രസിൽ നിന്ന് അകറ്റിയത്. എന്നാൽ ആ ഒരു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. വോട്ടിട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി തല്ലുകൂടുന്നു ഈ ഒരു പാർട്ടി. അതും കോൺഗ്രസ് പോലൊരു പാർട്ടി മുഖ്യമന്ത്രി ആരാകണം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് പരസ്പരം തല്ലുകൂടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഈ പാർട്ടിയെ വെറുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ് എങ്കിൽ, ഇപ്പോൾ അധികാരം കിട്ടുകയാണ് എങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ഈ പാർട്ടി തന്നെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ പാർട്ടിയിലെ നേതാക്കളൊക്കെ പരസ്പരം അടിച്ചു പിരിഞ്ഞ് പോകുമോ എന്ന് പോലും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആ അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിക്കുന്ന ഒരു രീതിയിലാണ് ഈ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചകൾ, അല്ലെങ്കിൽ ആ ചർച്ചയെന്ന് പറയാൻ കഴിയില്ല, തമ്മിത്തല്ലുകളെന്ന് തന്നെ പറയേണ്ടി വരും. സോഷ്യൽ മീഡിയയിലൂടെ വരെ ഓരോ ടീമായി തിരിഞ്ഞു. പണ്ട് AI ഗ്രൂപ്പുകളുടെ പ്രതാപമായിരുന്നു. എനിക്കൊന്നും AI ഗ്രൂപ്പുകൾ പോലും ഇത്രയും വലിയൊരു പ്രതിസന്ധിയെ പാർട്ടിയെ കൊണ്ട് എത്തിച്ചിട്ടില്ല. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസ് നശിച്ചു പോകുമെന്ന്, അല്ലെങ്കിൽ കോൺഗ്രസ് തകരുന്ന സമയത്തൊക്കെ AI ഗ്രൂപ്പുകളെല്ലാം ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഇപ്പൊ 3 വ്യക്തികളുടെ പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ നടത്തുന്ന ഈ പ്രചരണങ്ങളൊന്നും കോൺഗ്രസിന് ഒരിക്കലും ഗുണം ചെയ്യില്ല. അത് കോൺഗ്രസ്സുകാർക്കും അറിയാം.
നേതാക്കൾക്ക് കുറയും. എന്നിട്ടും എന്തുകൊണ്ടാണ് നേതാക്കൾ ഇത് അവസാനിപ്പിക്കാൻ പറയാത്തത്? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് പറയാത്തത്? ഈ 3 നേതാക്കളിൽ ആരെങ്കിലും, ഇപ്പൊ രമേശ് ചെന്നിത്തല പറയട്ടെ വേണ്ട, അല്ലെങ്കിൽ വി ഡി സതീശൻ പറയട്ടെ വേണ്ട, ഹൈക്കമാൻഡ് തീരുമാനിട്ടെ. ഇവര് പലരും രമേശ് ചെന്നിത്തല വളരെ പക്വമായ പല വിഷയങ്ങളിലും പ്രതികരിക്കാതെ പോയി. സത്യത്തിൽ ഞാൻ പറയുന്നത്, എനിക്ക് അനുകൂലമായി പോസ്റ്റ് ഇടുന്നവരോട് രമേശ് ചെന്നിത്തല തന്നെ പറയണം, അല്ലെങ്കിൽ വി ഡി സതീശൻ പറയണം, അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ പറയണം, ഹൈക്കമാൻഡ് തീരുമാനം എടുക്കട്ടെ എന്ന്. അല്ലാതെ സാധാരണക്കാരായ ജനം, വോട്ടിട്ട ആളുകൾ തന്നെ മറച്ചു ചിന്തിക്കാനുള്ള, ഭരണത്തിലേറുന്നതിന് മുൻപ് വോട്ടിട്ട ആളുകളെ തന്നെ മനം മടുപ്പിക്കുന്ന രീതിയിലേക്ക് ഈ പാർട്ടി പോയിട്ടുണ്ട്. അത് ഈ പാർട്ടിക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എല്ലാം കൃത്യമായ തീരുമാനമാണ് എന്ന ധാരണയൊന്നും രാജ്യത്തെ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾക്കില്ല. കാരണം രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അധികാരത്തിൽ വന്നപ്പോൾ അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. തൊട്ടപ്പുറത്ത് മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിന് നേരിട്ടു. അധികാരത്തിൽ വന്നപ്പോൾ കമൽനാഥിനെ മുഖ്യമന്ത്രിയാക്കി. പിന്നീട് ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടി വിട്ടുപോവുകയും മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് AICCയും ഹൈക്കമാൻഡും എടുക്കുന്ന തീരുമാനം യുക്തിപരമായ തീരുമാനമാണ് എന്ന അഭിപ്രായമൊന്നും വ്യക്തിപരമായി എനിക്കില്ല. അല്ല, അപ്പൊ മറ്റൊരു ചോദ്യം ഉണ്ടല്ലോ, രണ്ടുപേർ, ഞാനിപ്പോ കെ സി വേണുഗോപാലിനെ പറയുന്നില്ല. കാര്യം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ പിന്നെ 2 തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. എവിടെ നിന്നെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ജയിക്കേണ്ടി വരും, നിയമസഭയിലേക്ക് ജയിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ സീറ്റ് ആലപ്പുഴയിൽ നിന്ന് രാജിവെക്കേണ്ടി വരും. 2 തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ആ ഒരു പേര് പരിഗണിക്കുന്നില്ല. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒരു ടേം വ്യവസ്ഥയാണ്. 3 വർഷം നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ, അടുത്ത 2 വർഷം രമേശ് ചെന്നിത്തല എന്നൊരു ടേം വ്യവസ്ഥയാണ് ഹൈക്കമാൻഡ് വെക്കുന്നതെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ ടേം വ്യവസ്ഥ വെച്ച് ഇതുവരെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ എവിടെയും ഉണ്ടായ ചരിത്രം രാജ്യത്തെ കോൺഗ്രസിനില്ല. ആകെ ഒരു ടേം വ്യവസ്ഥ വെച്ചത് പഞ്ചാബിലായിരുന്നു. പഞ്ചാബിൽ ടേം വ്യവസ്ഥ വെച്ചത് കാരണം നവജോത് സിംഗ് സിദ്ധു BJPയിൽ നിന്ന് കോൺഗ്രസിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ടേം വ്യവസ്ഥ വെച്ചതിന് ശേഷം ഉപ്പുവെച്ച കലം പോലെ പഞ്ചാബിലെ കോൺഗ്രസ് മാറുകയും അവിടെ അധികാരം നഷ്ടപ്പെട്ട് BJPയും ശിരോമണി അകാലിദൾ അല്ല, അവിടെ കോൺഗ്രസ് വോട്ട് എൻ ബ്ലോക്കായി പോയത് ആം ആദ്മി എന്ന് പറയുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ്. ആ ഒരു പാഠം കോൺഗ്രസിന്റെ മുന്നിലുണ്ട്. ടേം വ്യവസ്ഥ വെച്ചിരുന്നെങ്കിൽ കർണാടകയിൽ സിദ്ധരാമയ്ക്ക് പകരം DK ശിവകുമാറിനെ ഇതിനകം മുഖ്യമന്ത്രിയാക്കുമായിരുന്നു. 5 വർഷം താൻ തന്നെ ഭരിക്കുമെന്ന് സിദ്ധരാമയ്യ നിരവധി തവണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ടേം വ്യവസ്ഥ വെച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരിക്കും കേരളം ഭരിക്കുന്നു എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. ഇനി ഞാനിപ്പോ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ വി ഡി സതീശനോ ഒരാളെ മുഖ്യമന്ത്രിയാക്കുകയും മറ്റേ ആളെ ആഭ്യന്തരമന്ത്രിയാകും. കാര്യം മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ആയിരുന്നല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുകയും വി ഡി സതീശനെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹൈക്കമാൻഡ് അങ്ങനെ ഒരു നിലപാടെടുത്താൽ അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അകത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകില്ലേ? അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ആയിരിക്കും ഹൈക്കമാൻഡ് പോവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ പോകണമെങ്കിൽ 71 സീറ്റ് കിട്ടണം. നിലവിലെ 41 സീറ്റിന്റെ കൂടെ 43 സീറ്റിന്റെ കൂടെ ഇപ്പോൾ ഇനിയും 28 സീറ്റ് കൂടി ലഭിക്കണം. 100 സീറ്റാണ് 100 സീറ്റ് കോൺഗ്രസിന് വായ്ത്താളങ്ങും പക്കുക എന്നല്ലാതെ 100 സീറ്റിലേക്കൊന്നും കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസിന് നിലവിലെ സാഹചര്യത്തിൽ എത്താൻ കഴിയില്ല. അല്ലെങ്കിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ വലിയ ഒരു ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകണം. അത്തരത്തിൽ ഒരു തരംഗം ഉണ്ടെങ്കിൽ 90 മേലെ 85 മേലെ സീറ്റുകളിലേക്ക് എത്താം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു നോക്കിയാലും 100 എന്നൊരു 3 അക്ക സംഖ്യയിലേക്ക് ഒരു മുന്നണിയും എത്തിയിട്ടില്ല. അല്ല, ഇപ്പൊ 95 മുതൽ 100 സീറ്റ് വരെ എത്തിയെന്നിരിക്കട്ടെ. UDF പറയുന്നത് പോലെ 95 മുതൽ 100 സീറ്റ് നേടി അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ മികവായി കാണാൻ കഴിയില്ലേ? തീർച്ചയായും അത്തരത്തിൽ വി ഡി സതീശന് മികവായി കാണാൻ കഴിയും. പക്ഷെ അപ്പോൾ ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന ഒരു നിലപാട്, രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ ജയിച്ച MLA-മാരുടെ യോഗം ചേർന്ന് അവരിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്ന് നോക്കുകയാണ്. അത്തരത്തിൽ മറ്റൊരാൾക്കാണ് ഭൂരിപക്ഷമെങ്കിൽ കേരളത്തിൽ ഹൈക്കമാൻഡ് മറ്റൊരാളെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് വലിയ പ്രതിഫലനം ഉണ്ടാക്കും. ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതുന്ന സൈബർ ആളുകൾ പറയുന്നത് പോലെയല്ല, അല്ലാതെ സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ഉയർത്തി കാണിച്ചാലും അത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണ്. ബോൾ ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണുള്ളത്. അവർ എങ്ങോട്ടാണ്, ഏത് പോസ്റ്റിലേക്കാണ് അടിക്കുന്നതിനനുസരിച്ചിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുക. പക്ഷേ മുഖ്യമന്ത്രി ആകണമെങ്കിൽ 71 മാന്ത്രിക സംഖ്യയിലേക്ക് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും എത്തണം. ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും എത്തണമെങ്കിൽ കഴിഞ്ഞ തവണത്തെ 43-ൽ നിന്ന് 71-ലേക്ക് എത്തിക്കണം. 28 സീറ്റ് അധികം ലഭിക്കണം. ആ 28 സീറ്റ് ഏതൊക്കെ ജില്ലകളിൽ നിന്ന് എങ്ങനെയൊക്കെ ലഭിക്കുമെന്ന് കണ്ടറിയണമെങ്കിൽ നമുക്ക് ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ കാത്തിരുന്നേ മതിയാകും.